ഹായ് നമസ്കാരം. ആരിഫ് ഹുസൈൻ തെരുവത്ത് സോഷ്യൽ മീഡിയ എല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ പലരും അയാളെ ഫോളോ ചെയ്യുന്നുണ്ടാവാം. ഇനി ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും നമ്മുടെ എല്ലാം ടൈമിൽ അയാളുടെ പല പോസ്റ്റുകളും പലപ്പോഴായിട്ട് വന്നു പോകാറുണ്ട്. ഞാൻ അയാളെ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും പലപ്പോഴും അയാളുടെ പല പോസ്റ്റുകളും കാണാൻ വന്നിട്ടുണ്ട് എൻ്റെ ടൈം ലൈനിൽ. ഇനി അയാളെ കുറിച്ച് അറിയാത്തവരായിട്ട് പറയാം, പുള്ളി ഒരു യുക്തിവാദിയാണ്, ഒരു എക്സ് മുസ്ലിമാണ്. അയാൾ കൂടുതലായിട്ടും വീഡിയോസ് ചെയ്യുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബിൽ അയാൾ ഒരു കോയ സ്കൂളിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ സുഡാപ്പികളെല്ലാം പ്രൊഫസർ ചെയ്തിടുന്ന ഒരു പരിപാടിയാണ് പുള്ളി ചെയ്യുന്നത്. അവർ വന്നിട്ട് യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും പറയുമ്പോൾ അതെല്ലാം ഇഴകേറി അയാൾ അതിനെ വിമർശിച്ച് നിശിതമായി തന്നെ വിമർശിച്ച് അവരെ പരിഹസിച്ചിട്ടൊക്കെ അവരെ വഴിക്ക് വിടുന്ന ഒരു സംഭവമാണ് പുള്ളി ചെയ്യുന്നത്. അങ്ങനെയാണ് അയാൾ സംഖ്യകൾക്കിടയിൽ വളരെ സ്വീകാര്യനാവുന്നത്. സംഖ്യകൾക്ക് അയാളെ വളരെ കാര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അയാൾ ഒരു എക്സ് മുസ്ലിം ആണെന്നുള്ളതാണ്. അതായത് ആ മുസ്ലിം മതവിഭാഗത്തിൽ തന്നെ പുറത്തുനിന്ന ഒരാൾ ആ ഒരു മതത്തിൽ തന്നെ വിമർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് കിട്ടുന്ന സ്വീകാര്യത. പക്ഷേ അത് ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള ഒരു കൃത്യമായിട്ട് പോകുന്ന സന്തുലിതാവസ്ഥയിൽ പോകുന്ന കേരളം പോലെ സംസ്ഥാനത്തിൽ എല്ലാ മതക്കാരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വ്യതിചലനങ്ങൾ അല്ലെങ്കിൽ അതിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം ആഴത്തിലാണെന്നുള്ളതിനെ കുറിച്ചൊന്നും അയാൾക്ക് ബോധമില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അയാളത് കണക്കിലെടുക്കുന്നേയില്ല. അയാൾക്ക് അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അയാളുടേതായിട്ടുള്ള നേട്ടങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുക. അതായത് നമുക്കിപ്പോൾ ഈ രാമസിംഹനൊക്കെ അറിയാം. പുള്ളി ഈ പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞ സിനിമയൊക്കെ എടുത്ത് തന്നെ സംഖ്യകളെ ഊറ്റിക്കൊണ്ടാണ്, സംഖ്യകളെ പറ്റിച്ച് അവരിൽ നിന്ന് കുറേ പൈസയ്ക്ക് പിരിവെടുത്തിട്ടാണ് പുള്ളി എന്ത് സിനിമ എന്ന് ചെയ്തത്. അയാളുടെ ലൈഫ് ഉദ്രവാക്കി അയാളുടെ ഭാവി ജീവിതമെല്ലാം ഭദ്രമാക്കാൻ പുള്ളിക്ക് ആ ഒരൊറ്റ പ്രൊജക്റ്റൂടെ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള മറ്റൊരു വേഷമാണ് ആ രാമസിംഹന്റെ മറ്റൊരു വേഷം മാത്രമാണ് ആരിഫ് ഹുസൈൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു യുക്തിവാദിയുടെ വിമർശനങ്ങളും അല്ലെങ്കിൽ സമൂഹത്തോടുള്ള നിരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഒരിക്കലും ഏകപക്ഷീയമാകരുത്. അതല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കുറിച്ച് മാത്രമാകരുത്. നമുക്കിവിടെ മൈത്രേയനുണ്ട്. മൈത്രേയനെ പോലെ ആധുനിക ലോകത്തെക്കുറിച്ച്, ഒരു പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് കൃത്യമായിട്ട് വീക്ഷണമുള്ള അദ്ദേഹത്തിന്റെ ഓരോ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. കൃത്യമായിട്ട് പല കാര്യങ്ങളും പഠിച്ചു പറയുന്ന, സംശയ ലേശമന്യെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന മൈത്രേയനെല്ലാം പരിഹസിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ആരിഫ് ഹുസൈനെ പോലെ ഈ ഫസൽ കാരാട്ടിനെ പോലുള്ള ആളുകൾ പരിലാളിക്കപ്പെടുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവർ ഈ ഉണ്ടാക്കുന്ന അപരമത വിദ്വേഷം കൊണ്ടാണ്. അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭിന്നിപ്പ് മുതലെടുക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇയാളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇയാളുടെ പിന്നാലെയുള്ളതും. അതെന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു സോഷ്യൽ മീഡിയ അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവരവർക്കുണ്ട്. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അയാൾ കിട്ടുന്ന നേട്ടങ്ങൾ അതൊക്കെ അയാളുടെ തന്നെയാണ്, അയാളുടെ കഴിവാണ് എന്തോ പാട്ടോ. പക്ഷെ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം മറ്റൊന്നാണ്. കടുത്ത സയനിസ്റ്റ് ആരാധകനും വളരെ കടുത്ത വലദോഷവാദിയുമായ ആരിഫ് ഹുസൈൻ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമോ അവിടുത്തെ സംഘടനയുടെ ക്ഷണപ്രകാരമോ എങ്ങനെയോ ഇസ്രായേലിലെത്തുന്നു. അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം അവിടെ എത്തുന്നു. അവിടെ എന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിന് താഴെ വന്നിട്ട് ഒരു ഇസ്രായേലി പൗര, ഒരു വനിത വന്നിട്ട് അദ്ദേഹത്തെ ജിഹാദി എന്ന് വിളിക്കുകയാണ്. ഇപ്പോഴും ആരിഫിന്റെ പ്രൊഫൈലിൽ പോയി നോക്കി കഴിഞ്ഞാൽ ആ ജഹാദി വിളിയുടെ കരച്ചിൽ മാറിയിട്ടില്ല ആരിഫിന്. അത് നന്നായിട്ട് നൊന്തു അദ്ദേഹം. ഒരിക്കലും ഒരു ഇസ്രായേലി യുവതിക്ക് ഇദ്ദേഹത്തെ അറിയണമെന്നില്ല. ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ. അല്ലെങ്കിൽ ആ ഒരു സർക്കിളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലി വിളിച്ച് ഇയാൾ അറിയണമെന്നില്ല. ഇയാളുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്, ഇയാളുടെ രാഷ്ട്രീയം എന്താണെന്നതിനെ കുറിച്ചൊന്നും അവർക്ക് അവർ ബോധബോധിയാവണമെന്നില്ല. എന്തായാലും ആരിഫ് എന്ന ഒറ്റ പേരിൽ, അതൊരു മുസ്ലിം പേരായതുകൊണ്ട് മാത്രം ജിഹാദി എന്ന വിളിക്ക് അയാൾ ഇരയാക്കപ്പെടുകയാണ്. അപ്പോൾ അതോടെ നിൽക്കട്ടെ. അതിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് ആരിഫിനെ ന്യായീകരിക്കാൻ വന്ന മറ്റൊരു ഇന്ത്യൻ, ഒരു ഹിന്ദു നാമധാരിയെയും ഈ സ്ത്രീ തെറി വിളിക്കുന്നുണ്ട്, ചീത്ത വിളിച്ച് ഓടിക്കുന്നുണ്ട്. എനിക്ക് പോസ്റ്റ് കാണാം, മുകളിലുള്ള പോസ്റ്റ് കാണാം. ചീത്ത വിളിച്ച് അയാളോട് ഓടിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മതമല്ല അവിടെ ആ സ്ത്രീയെ, ഈ രണ്ടുപേരെയും അകറ്റി നിർത്താൻ അല്ലെങ്കിൽ ചീത്ത വിളിക്കാൻ കാരണമായത് വംശീയതയാണ്, കടുത്ത വംശീയതയാണ്. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള വംശീയതയാണ് അവിടെ വന്നിട്ടുള്ളത്. മതമൊന്നും ഒരു അടിസ്ഥാനമായിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടുകാരെ നമുക്ക് പാണ്ഡ്യകളാവുന്ന പോലെ, നോർത്തിൽ നിന്ന് ഇവിടെ ജോലിക്ക് വരുന്ന ഏതൊരാളും നമുക്ക് ബംഗാളികളാകുന്ന പോലെ, നോർത്തിനെ നമ്മൾ വെറും മദ്രാസികളാകുന്ന പോലെ, അറബ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറും മലബാറിയും ഹിന്ദുവുമാകുന്ന പോലെ, ഓസ്ട്രേലിയയിലും കാനഡയിലും അതുപോലെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻസ് അനുഭവിക്കുന്ന വംശീയത എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമുക്ക് പാടെ വേർപെടുത്തി കളയാൻ കഴിയുന്നൊരു കാര്യമല്ല. അതൊക്കെ ഇനിയും അഥവാ മതങ്ങളില്ലാതായാൽ പോലും ഈ വംശീയത, ഇത്തരത്തിലുള്ള ഈ നിറത്തിന്റെ പേരിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ് എൻ്റെ ഒരു തോന്നുന്നു പറയുന്നത്. കാലം കഴിയുന്തോറും ചിലപ്പോൾ ഒരു പക്ഷേ മതങ്ങളൊക്കെ ഇല്ലാതായി പോകും. പക്ഷേ ഈ വംശീയത എന്ന് പറയുന്നത് അതിന് അന്ത്യം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം അത്രയ്ക്കധികം അത് മനുഷ്യരുടെ മനസ്സിലൊക്കെ മതങ്ങളെക്കാളേറെ ആ സ്ഥാനം പിടിച്ചുകൊണ്ട് ഈ നിറങ്ങളുടെ പേരുള്ള വേർതിരിവ്, ഈ അതിർത്തികളുടെ പേരുള്ള വേർതിരിവ് എന്നൊക്കെ പറയുന്നത്. എന്നാണെങ്കിലും ഞാൻ പറയാവുന്ന പോയിന്റ് ഇതല്ല. ആരിഫ് ഹുസൈൻ അയാൾ സ്വന്തം മാതാവ് മരിച്ച സമയത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഏതൊരു മനുഷ്യനെയും, അയാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും
അയാളോട് അതിലൂടൊരു അഭിപ്രായഭിന്നത തോന്നിക്കുന്ന തരത്തിലുള്ള പോസ്റ്റായിരുന്നു അത്. എത്രയൊക്കെ വെറുപ്പും എത്രയൊക്കെ ദേഷ്യവും സ്വന്തം മാതാവിനോട് അയാൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു സമയത്ത് ആ പോസ്റ്റ് ഒഴിവാക്കാവുന്നതായിരുന്നു. അത് അയാളുടെ മനസ്സിൽ തന്നെ വെക്കേണ്ട വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇതുപോലെ ഇങ്ങനെ അത് വിവാദമായപ്പോൾ എങ്ങനെയോ റീച്ച് കിട്ടി, എൻ്റെ പോസ്റ്റ് എൻ്റെ ടൈം ലൈനിൽ വന്നപ്പോൾ ഞാൻ കണ്ടാണ്. സത്യത്തിൽ ഞാൻ കന്ദിച്ചു പോയി. നമുക്കിപ്പോൾ എത്ര വലിയ ശത്രു ആണെങ്കിൽ പോലും മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനോടൊരു മര്യാദ കാണിക്കും, ആ ഒരു മരണത്തോട് നമ്മളൊരു മര്യാദയും മാതൃവും കാണിക്കും. ഇവിടെ സ്വന്തം മാതാവ് മരിച്ചിട്ട് അയാളിട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഇനിയും കണ്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ പോയി അത് ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. കുറച്ച് വിവാദമൊക്കെ ആയപ്പോൾ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോഴുള്ള ടൈമിൽ കിടക്കുന്നുണ്ടാവും, വേണമെങ്കിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ അത്രയും നീചനായ ഒരു മനുഷ്യനാണ് അയാൾ എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. അയാളെപ്പോലൊരു വ്യക്തിക്ക് നമ്മുടെ ഈ സമൂഹത്തിലുണ്ടാകാൻ പറ്റുന്ന ഒരു ഭിന്നിപ്പ് എന്ന് പറയുന്നത് വളരെ ഭീകരമായിരിക്കും. അയാളെ തുടർന്നും ഇതുപോലെ കയറി വിട്ട് കഴിഞ്ഞാൽ, മീൻസ് ഇത്തരത്തിലുള്ള ചെയ്തികളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയുക, നമുക്കൊന്നും ചിലപ്പോൾ നികത്താനാവാത്ത, തിരിച്ചെടുക്കാനാവാത്ത അത്രയും വലിയ നഷ്ടങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക. ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്താണ്, ഇതിനൊക്കെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് ധാരണ എനിക്കില്ല. എന്തിനാണെങ്കിലും ഇന്ന് ഈ ജിഹാദി വിളി ചിലപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് ഓർമ്മപ്പെടുത്തലായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും ഈ ലോകം ഒരു വലിയ ലോകമാണ്. ഇവിടെ നമ്മുടെ ചെറിയ സർക്കിളിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അന്യനായി പോകുന്ന അത്രയും ഇതേ ഉള്ളൂ. നമ്മളിപ്പോൾ എത്ര സയനിസ്റ്റ് പക്ഷക്കാരനാണെങ്കിലും എത്ര വലിയ വലതുപക്ഷക്കാരനാണെങ്കിലും അയാളുടെ ഒറ്റ പേരുകൊണ്ട് അയാൾ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് ജിഹാദി എന്നാണ്. അപ്പോൾ ഇങ്ങനെ ലേബൽ ചെയ്യപ്പെടുന്ന ആളുകളുടെ വേദനയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് കഴിയട്ടെ. അതിന് ഈ സാഹചര്യം വഴിയൊരുക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അപ്പോൾ ആരിഫ് ഹുസൈൻ മാത്രമല്ല, അയാളെപ്പോലെ അനേകം പേരുണ്ട്, എല്ലാ കൂട്ടരിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ നേരം പോക്കിനോ അതല്ലെങ്കിൽ കുറച്ച് ഡോളേഴ്സിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ എഴുതി പോകുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്തതായിരിക്കും. നിങ്ങളിനി പിന്നീടത് അതിൽ പശ്ചാത്തപിക്കുകയോ പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടായെന്ന് വരില്ല. അതുമൂലം ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റെന്തുകൊണ്ടും കാര്യമില്ല. അപ്പോൾ ഇതിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനോട് പറയാനുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രത്യേകിച്ച് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒരല്പം ശ്രദ്ധയോടെ ആവണം. വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്, എല്ലാ മതങ്ങളും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന സംഭവത്തെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. അവരെ നിങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം, അത് പല മാർഗങ്ങളുണ്ട്. പക്ഷെ അത് അവർക്ക് നിങ്ങളോട് വിരോധം തോന്നുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന മറ്റൊരാൾക്ക് അവരോട് വിരോധം തരത്തിലുള്ള ഒരു പ്രക്രിയയിലൂടെ ആയിരിക്കരുത് അത് സംഭവിക്കുന്നത്. അതല്ലാതെ തന്നെ അത് ചെയ്യാവുന്ന ഒരുപാട് മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത് ചെയ്ത് കാണിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. എത്രയെല്ലാം മൈത്രേയൻ മറ്റു മതങ്ങൾ വിമർശിക്കുകയാണെങ്കിലും ഏത് മതത്തെയാണെങ്കിലും പുള്ളിക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല. എല്ലാ മതങ്ങളെയും എല്ലാ അന്ധവിശ്വാസങ്ങളും പുള്ളി എതിർക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ പുള്ളി ചെയ്യുമ്പോൾ പോലും നമുക്ക് അദ്ദേഹത്തോട് വിരോധം തോന്നാതിരിക്കുന്നത് അത് കൃത്യമായിട്ട് പുള്ളി അതെങ്ങനെയാണത് നമ്മളോട്ട് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയും അത് ചെയ്യാം എന്നുള്ളൊരു സാധനമുണ്ട്. ഇത്തരത്തിലുള്ള നീചമായ നീക്കങ്ങളിലൂടെയൊക്കെ സൃഷ്ടിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ സാമൂഹ്യ സന്തുലിതാവസ്ഥ തരുന്നു, അതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മുടെ ഭാവി തലമുറയോട് അനുഭവിക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആരിഫ് ഹുസൈന് അയാളെപ്പോലുള്ള പലർക്കും ഇതിൽ ഓർമ്മപ്പെടുത്തലാവട്ടെ, ഇങ്ങനെയുള്ള ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ചില ഓർമ്മപ്പെടുത്തലൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തിരുത്താനുള്ളൊരു അവസരമായിട്ട് നമ്മളത് ഉപയോഗിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.